ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി താളിപ്പിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോക്കൊന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എനിക്ക് മെയിൻ വേണ്ടത്. ഇതിൽ ഞാൻ 2 തക്കാളി ആയിട്ട് എടുക്കുന്നത്. 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയൊക്കെ ഒന്ന് വലുതാണെങ്കിൽ അതൊന്നും എടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് കറി എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. സാധാരണ നമ്മൾ തക്കാളി കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. നീളത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും മതി. നമ്മളെ കയ്യിൽ തക്കാളിയും ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ താളിപ്പ് ഉണ്ടാക്കാൻ തവള കേട്ടോ. വേറെ ഈ ഒരു താളിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം ഉച്ചക്കാണെങ്കിലും അതുപോലെ തന്നെ അത്താഴത്തിനാണെങ്കിലും വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മൺചട്ടി ഇട്ടോ വെക്കുന്നത്. മൺചട്ടി ആണെങ്കിൽ അതിൽ വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടത്തിൽ വെക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ വെക്കുന്നത്, മൺചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എത്ര എടുത്തോ അത്രയും ടേസ്റ്റാണ്. ഞാൻ 10 ചുവന്നുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ബാക്കി വന്നാൽ നിങ്ങൾ കളയണ്ട. കഞ്ഞിവെള്ളം ഒരുപാട് കൊഴുപ്പുള്ള എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടി ആയിട്ടുണ്ടാകും. കുറച്ച് ലൂസായിട്ടുള്ള എണ്ണ എടുക്കുക. അതൊന്ന് ഉള്ളിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇല്ലേ അത് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഈ തക്കാളി ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു എന്ന് വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. നമ്മളെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായി കിട്ടും. അടച്ച് വെച്ച് വേവിക്കണമെന്നൊന്നുമില്ല. തക്കാളി അല്ലേ പെട്ടെന്ന് ആയി കിട്ടും. ഞാൻ അങ്ങനെ നല്ല പഴുത്തത് നോക്കിയിട്ട് എല്ലാ തക്കാളി എടുക്കാറ് കേട്ടോ. പഴുത്തത് എടുക്കില്ല, കാരണം നമ്മൾ ഈ ഷോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു നല്ല പഴുത്ത് നോക്കി എടുത്താൽ നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ട് എടുക്കുമ്പോഴത്തേനും അത് നാശമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പഴുക്കാത്ത നോക്കിയിട്ട് എടുക്കാറ്. ഒരു മീഡിയം സൈസുള്ള പോലത്തെ എടുക്കാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് തക്കാളി വെന്ത് കിട്ടിയതിന് ശേഷം ഒരു 2 പച്ചമുളക് നടുകീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ നല്ലൊരു എരിവും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാ മുളകിന് ഇട്ട് കൊടുക്കാം. അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഉപ്പും മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമില്ലേ അത് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഞാൻ ഇപ്പോൾ 1.25 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളെ കഞ്ഞിവെള്ളം ലൂസായതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കഞ്ഞിവെള്ളം തിളച്ച് വരുന്ന വെയിറ്റ് ചെയ്യുന്ന നേരം മാത്രം വേണ്ടുള്ളൂ കേട്ടോ. നമ്മളത് അടച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ നമ്മളെ തക്കാളി താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ എത്ര ചോറ് കഴിച്ചാൽ നിങ്ങൾക്ക് മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഇനി നമുക്ക് ഓഫ് ചെയ്യുക. അത് കറക്റ്റ് തക്കാളി ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് കറക്റ്റാണ് നോക്കുക. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ കഴിക്കാൻ നേരത്ത് എടുത്ത സൂപ്പറായിട്ടുള്ള തക്കാളി താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളിയും കഞ്ഞിവെള്ളം എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ്. കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പെട്ടെന്ന് പച്ചക്കറി ഒന്നും എടുത്ത് കട്ട് ചെയ്ത് സമയം കളയാൻ നിൽക്കണ്ട. തക്കാളി ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.